ഇടുക്കിയിലും മഴക്കെടുതികളുടെ വാർത്ത വരുന്നുണ്ട്. നമുക്കൊപ്പം രാഹുൽ വിജയൻ ചേരുകയാണ്. രാഹുൽ, ഗുഡ് മോർണിംഗ്. രാഹുൽ, ഇടുക്കിയിൽ എന്തൊക്കെയാണ് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ? എന്തൊക്കെ ജാഗ്രതകൾ പാലിക്കണം? ഡാമുകളുടെ അവസ്ഥ എന്താണ്? ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. നിലവിൽ മഴയ്ക്കൊരു അല്പം ശമനമുണ്ട്. പക്ഷേ പുലർച്ചെ വരെ ഇടവിട്ട് ശക്തമായ മഴ ഹൈറേഞ്ച് മേഖലയിൽ പെയ്യുന്നുണ്ടായിരുന്നു. പലയിടങ്ങളിലും നേരിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. മരമൊടിഞ്ഞ് വീഴുകയും കടപുഴകി വീഴുകയും ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. വൈദ്യുതി ലൈനുകളൊക്കെ പലതും പൊട്ടിയതുകൊണ്ട് വൈദ്യുതി ബന്ധം പലയിടത്തും താറുമാറായി കിടക്കുകയാണ്. അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി KSEB തുടങ്ങിയിട്ടുമുണ്ട്. ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. എന്തായാലും ഡാമുകളുടെ കാര്യം കൂടി പറയുകയാണെങ്കിൽ ചെറു ഡാമുകൾ കഴിഞ്ഞ ദിവസം മഴ പെയ്തതിനെ തുടർന്ന് തുറന്നു വെച്ചിരിക്കുന്ന കല്ലാർകുട്ടി, പാമ്പള, മലങ്കര തുടങ്ങിയ ഡാമിന്റെ ഷട്ടറുകൾ ഇപ്പോഴും തുറന്നു തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുതിരപ്പുഴയാറിന്റെയും പെരിയാറിന്റെയും മൂവാറ്റുപുഴയാറിന്റെയും തൊടുപുഴയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ഒരിക്കൽ കൂടിയും ജില്ലാ ഭരണകൂടം നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നിലവിൽ കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നൊന്ന്, ഈ ഇടുക്കി ഡാമിന്റെയും മുല്ലപ്പെരിയാർ ഡാമിന്റെയും കാര്യമാണ് കൂടുതൽ ആളുകളും ചോദിക്കുന്നത്, അറിയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ രണ്ട് ഡാമുകളിലും വലിയ പ്രശ്നങ്ങളില്ല. ജലനിരപ്പ് സാധാരണ അളവിനേക്കാൾ താഴ്ന്നു തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഉണ്ടായിരുന്ന വെള്ളം പോലും ഇടുക്കി അണക്കെട്ടിലോ മുല്ലപ്പെരിയാർ അണക്കെട്ടിലോ ഇല്ല. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഷട്ടറുകൾ ഉയർത്തേണ്ടതോ ആയിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് എടുത്തു പറയുക തന്നെ ചെയ്യുകയാണ്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇടുക്കി ജില്ലയിലില്ല. മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ വേണ്ട വിധത്തിലുള്ള ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇന്ന് ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ജില്ലാ കളക്ടർ. അതുകൊണ്ട് സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികളൊന്നും പോകാതിരിക്കുകയാണ്. പുഴയിലേക്കോ തോടുകളിലേക്കോ ഇറങ്ങാനോ കളിക്കാനോ കുളിക്കാനോ പോകരുത് എന്നുള്ള നിർദ്ദേശം കൂടി ഈ ഘട്ടത്തിൽ പറയുകയാണ്. ഓക്കെ, താങ്ക് യു.